സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. പുതിയ സർക്കാരിന്റെ പ്രവർത്തികൾ ആശങ്കയുളവാക്കുന്നു. പറയുന്നത് ആരാണ്? ഒരു പമ്പര വിഡ്ഢിയായ ഒരു പഴയ കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു, വി മുരളീധരൻ. എന്താണ് പറയാനുള്ള കാരണം? നമ്മൾ ആലോചിച്ച് നോക്കണം. അത് ഇത്രയും വൃത്തികെട്ട മനസ്സിന്റെ ഉടമയായ യവൻ എങ്ങനെയാണ് നിയമസഭയിലെത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും ശരി, ജനങ്ങൾ ഇത് മനസ്സിലാക്കി അടുത്തവും തിരഞ്ഞെടുപ്പ് വരും. അത് മാത്രവുമല്ല, അത് ഞാൻ പിന്നീട് ബാക്കി പറയാം. അതായത് അവൻ പറയുന്ന കാരണം ഇതാണ്: രമേശ് ചെന്നിത്തലയെ രണ്ടാമനാക്കാതെ കുഞ്ഞാലിക്കുട്ടിയെ രണ്ടാമനാക്കി. അത് ആശങ്ക ഉളവാക്കുന്നു. എന്താശങ്കയാണ് ഉളവാക്കുന്നത്? കുഞ്ഞാലിക്കുട്ടി രണ്ടാമനായ കേരള രാഷ്ട്രീയത്തിൽ, കേരള നിയമസഭാ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയെ രണ്ടാമനാക്കി. അത് മാത്രമോ? ഒന്നാമൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ഒന്നാമൻ മുഖ്യമന്ത്രിയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ നേതാവാണ്, UDF-ന്റെ നേതാവാണ്. രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്ന UDF-ലെ രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗാണ്. അതിന്റെ സമുന്നതനായ നേതാവാണ് കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടിയെ രണ്ടാമനാക്കിയാൽ എന്താ കേരളത്തിന്റെ ഇത് ഇടിഞ്ഞു വീഴും? അഭിമാനം. ഇവൻ ചെറ്റത്തരം പറയുന്നതിനൊക്കെ ഒരു മര്യാദയില്ല. അപ്പൊ നിങ്ങൾ മുസ്ലിങ്ങളായിരുന്നാലും ശരി, ക്രിസ്ത്യാനികളായിരുന്നാലും ശരി, വേറുള്ള മതേതര ഹിന്ദുക്കളായിരുന്നാലും ശരി, നിങ്ങൾ ഇത് ഓർത്ത് വെച്ചോളണം. ഈ മുരളീധരനെ പോലെയുള്ള വർഗീയവാദികളെ നിങ്ങൾ സ്വകാര്യമായ എന്തെങ്കിലും പരിപാടികൾ നടത്തുമ്പോൾ ഇവനെ ഒന്നും ക്ഷണിക്കരുത്. ഇവനെ പോലുള്ള ആരെയും വർഗീയ വിഷം ചീറ്റുന്ന സർപ്പങ്ങളാ. ഈ ഗോപാലകൃഷ്ണൻ, ഒരു അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഉണ്ട്, അവൻ ഒട്ടകം ഗോപാലകൃഷ്ണനാണെന്ന് അറിയപ്പെടുന്നത്. ഇവനൊരു പേര് പറയണം. ഇവൻ എന്തായാലും ഉടനെ ഒരു പേര് കിട്ടും. ഉള്ളി സുരേന്ദ്രൻ, യമൻ, വിശകല, അങ്ങനെ കുറെ വർഗീയത, വെറും വർഗീയത പറയുന്നവരെ നിങ്ങൾ അകറ്റി നിർത്തണം. ഈദിന്റെ പരിപാടിയായിരുന്നാലും, ഓണാഘോഷ പരിപാടിയായിരുന്നാലും, ക്രിസ്മസ് പരിപാടികളായിരുന്നാലും, നിങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മതേതര ഹിന്ദുക്കളും എല്ലാം ചിന്തിച്ച് ഇവനെ പോലുള്ള അകറ്റി നിർത്തണം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ BJP-യുടെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കാനായിട്ട് പോകുന്നു. അപ്പൊ രാജീവ് ചന്ദ്രശേഖരെ എതിർത്തിരിക്കുകയാണ്. എതിർക്കണം. ഇവനെ പോലുള്ള ചെറ്റകളാ, വിഡ്ഢികളാ നിങ്ങൾ യാതൊരു കാരണവശാലും നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 3 സീറ്റ് നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുക. അത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാളിന്റെ കഴിവ് മാത്രമാണ്. അയാളുടെ പണത്തിന്റെ കുഴപ്പം, ബാക്കി കേന്ദ്രത്തിന്റെ സപ്പോർട്ടും കൊണ്ട് എന്തായാലും 3 സീറ്റ് നിങ്ങൾക്ക് കിട്ടി. ഈ ഈ തെണ്ടിയ ഇവനെ യാതൊരു കാരണവശാലും നിങ്ങൾ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുക. കാരണം